ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ബുള്ളറ്റുകൾ കൊണ്ട് മറുപടി എന്ന മുദ്രാവാക്യമായി കാശ്മീർ യാത്രയ്ക്കൊരുങ്ങി യുവാക്കളുടെ കൂട്ടായ്മ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാലടിയിലെ ശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ശാരദാ ക്ഷേത്രം വരെ ദേശീയതയുടെ കാഹളമുയർത്തി ബുള്ളറ്റ് യാത്ര നടത്തുന്നത്. ജൂൺ 1-ന് യാത്ര ആരംഭിക്കും. യാത്രയ്ക്ക് തയ്യാറാകുന്നവരുടെ യോഗം കൊച്ചി കലൂരിൽ ചേർന്നു. രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിനായി കർളുറപ്പോടെ ഭീകരതയുടെ ബുള്ളറ്റുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാത്ത ഭാരതീയ യുവതയുടെ പ്രതിനിധികളായി കാശ്മീരിലേക്ക് ബുള്ളറ്റിൽ യാത്ര തിരിക്കാൻ സന്നദ്ധരായി ഓരോരുത്തരും മുന്നോട്ട് വരികയായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ ഡോക്ടർ ആർ രാമാനന്ദ് നടത്തിയ ചലോ LOC എന്ന ആഹ്വാനത്തിനൊപ്പം കൈകോർക്കാൻ നൂറുകണക്കിന് പേർ മുന്നോട്ട് വന്നു. 100 ബുള്ളറ്റുകളിലായാണ് കാശ്മീരിലേക്ക് തിരിക്കുക. മതം നോക്കി മനുഷ്യനെ വെടിവെച്ചു കൊല്ലുന്ന ഭീകരതയ്ക്കെതിരെ അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് കാശ്മീർ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ആർ രാമാനന്ദ് പറഞ്ഞു. മതം ചോദിച്ച് തെരഞ്ഞു പിടിച്ച് കലിമയെല്ലാം പറഞ്ഞ് അത് ചെല്ലാൻ പറ്റാത്തവർ വെടിവെച്ചു കൊല്ലാണ്ടായിട്ട്. അതിന്റെ അർത്ഥം ഭാരതത്തിൽ മതം നോക്കിയല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം എവിടെയെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്. ബുള്ളറ്റുകൾ കൊണ്ട് മറുപടി എന്നുള്ളതാണ്. ബുള്ളറ്റ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ആശയം. ആദിശങ്കരൻ്റെ മണ്ണായിട്ടുള്ള കാലടിയിൽ നിന്ന് LOC ലൈൻ ഓഫ് കൺട്രോളിൽ ടീത്വാൾ എന്ന് പറയും. ടീത്വാളിൽ ശാരദാ യാത്രാക്ഷേത്രമുണ്ട്. അത് LOCയുടെ തൊട്ടടുത്ത് ഭാരതത്തിൻ്റെ സ്വാഭിമാനത്തിൻ്റെ സ്തംഭം പോലെയാണ് ആ ക്ഷേത്രം ഉയർത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും അതിനെ വെടിവെച്ചിടാൻ ഒക്കെ പറ്റുന്നൊരു സ്ഥലത്താണ്. POKയുടെ തൊട്ടടുത്താണ്. അത് വളരെ കാലത്തെ ദീർഘമായ തപസ്സിൻ്റെ ഫലമായിട്ട് ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അവിടേക്ക് കേരളത്തിൽ നിന്ന് 100 ആളുകൾ ബുള്ളറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ചെറിയൊരു മെസ്സേജ് അല്ല. ഭയപ്പെടുത്തുകയാണ് ഭീകരതയുടെ ഉദ്ദേശമെങ്കിൽ ഭയപ്പെടാൻ ഞങ്ങൾ ഒരുക്കല്ല എന്ന് പറയുന്ന മെസ്സേജാണ് അതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കലൂരിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാനെത്തി. ശങ്കര ടു ശാരദാ യാത്രയെ ഭീകരതയ്ക്കെതിരെ പോരാട്ട വഴികളിൽ ഒന്നായി തന്നെ കാണുകയാണ് ഇവർ ഓരോരുത്തരും. ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അത് മതം ചോദിച്ച് മതം കൺഫേം ചെയ്തിട്ട് ആക്രമണം നടത്തുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇതിനെ നിസ്സാരവൽക്കരിക്കുകയും ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇതിനൊക്കെതിരെ തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. രാജ്യത്ത് ഭീതി വിതയ്ക്കുന്ന ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം പകച്ചു നിൽക്കില്ലെന്നും ധീരതയോടെ നേരിടുമെന്നുമുള്ള സന്ദേശം പകർന്ന യുവാക്കൾ ബുള്ളറ്റുകളിൽ കാശ്മീരിലേക്ക് തിരിക്കുമ്പോൾ ബുള്ളറ്റുകൾ മറുപടി പറയുകയാണ്. ജനം, കൊച്ചി.